നമസ്കാരം. ആദ്യം നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലയിൽ ഓറഞ്ച് അലർട്ട്. കണ്ണൂർ, താബോറിൽ വീണ്ടും ഉരുൾപൊട്ടൽ. കേരള തീരത്ത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് നിർദ്ദേശം. നീണ്ടകരയിൽ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണനായി തിരച്ചിൽ തുടരുന്നു. മുതലപ്പുഴയിൽ കടലിൽ കാണാതായ ഷിജിന്റെ കുടുംബം പ്രതിഷേധം അവസാനിപ്പിച്ചു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായെന്നും നടപടി സ്വീകരിക്കുമെന്നും കണ്ണൂർ ജില്ലാ കളക്ടർ. പരീക്ഷാക്രമക്കേടിൽ പരാതിക്കാരെയും മാധ്യമങ്ങളെയും വിമർശിച്ച് PSC. യശസ് കളങ്കപ്പെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പല പരാതികളും അടിസ്ഥാനരഹിതമെന്നും PSC. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ അന്വേഷണവുമായി സഹകരിക്കുന്നുണ്ടെന്നും PSC. കമ്പ്യൂട്ടർ സംവിധാനങ്ങൾ പരിശോധനയ്ക്ക് വിട്ടു നൽകി. ശബരിമല നെയ്ക്രമക്കേടിൽ കൂടുതൽ കണ്ടെത്തലുമായി വിജിലൻസ്. അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും പ്രവർത്തിച്ചതായി FIR. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ അനുമതി നൽകിയെന്നും കണ്ടെത്തൽ. ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തും. ഈ ടെൻഡറിനൊപ്പം ഈ ഓപ്ഷൻ നടത്തുമെന്നും ബോർഡ് പ്രസിഡന്റ് K ജയകുമാർ. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളത്. പത്തനംതിട്ടയിലും കോട്ടയത്തും ഇടുക്കിയിലും മലപ്പുറത്തും ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മറ്റ് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ള ജില്ലകളിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി. നാളെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പശ്ചിമ ബംഗാളിനും ബംഗ്ലാദേശിനും മുകളിലായി ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് വടക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും മുകളിൽ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട്. കേരള തീരത്ത് ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ താബൂറിൽ വീണ്ടും ഉരുൾപൊട്ടി. തൊണ്ടംകുന്ന് ഭാഗത്താണ് ഉരുൾപൊട്ടിയത്. കഴിഞ്ഞ ദിവസവും ഈ ഭാഗത്ത് ഉരുൾപൊട്ടിയിരുന്നു. പ്രദേശത്ത് അതിശക്തമായ മഴ തുടരുകയാണ്. നിലവിൽ ഉദയഗിരി താബോർ റോഡ് ഭാഗികമായി അടച്ചു. കൊല്ലം നീണ്ടകരയിൽ മത്സ്യബന്ധനത്തിനിടെ വള്ളം മറിഞ്ഞ് കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തിരച്ചിൽ പുനരാരംഭിച്ചു. മകനെ കണ്ടെത്താനാകാത്തതിൽ അമ്മ രേഷ്മ കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ നടത്തിയ പ്രതിഷേധത്തെ തുടർന്നാണ് തെരച്ചിൽ കൂടുതൽ ശക്തമാക്കിയത്. അതേസമയം വീഴ്ച സംഭവിച്ചിട്ടില്ലെന്നും പ്രതികൂല കാലാവസ്ഥയാണ് പ്രധാന തടസ്സമാകുന്നതെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ പറഞ്ഞു. സംഭവത്തിൽ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധവുമായി രംഗത്തെത്തി. മകനെ അവസാനമായി ഒന്ന് കാണണമെന്ന് പറഞ്ഞു വിലപിക്കുന്ന ഒരമ്മ. 8 ദിവസം മുൻപാണ് നീണ്ടകരയിൽ നിന്ന് കടലിൽ മത്സ്യബന്ധനത്തിന് പോയ വള്ളം അപകടത്തിൽപ്പെട്ട് മകനും ഭർത്താവും അച്ഛനും ഉൾപ്പെടെ രേഷ്മയുടെ കുടുംബത്തിലെ 3 പേരെ നഷ്ടപ്പെട്ടത്. ഭർത്താവിൻ്റെയും അച്ഛൻ്റെയും മൃതദേഹങ്ങൾ ലഭിച്ചെങ്കിലും മകൻ ഗൗതം കൃഷ്ണന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ മോനെ കണ്ടെത്തി തരാൻ എന്തെങ്കിലും ചെയ്യാം. എൻ്റെ മോനില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എൻ്റെ മോനെ എനിക്ക് കിട്ടിയാൽ മാത്രമേ. 8ാമത്തെ ദിവസം, ഇന്ന് 8ാമത്തെ ദിവസം. എനിക്ക് ഒന്നല്ല നഷ്ടമാണ്, 3 നഷ്ടത്തിന്റെ പുറത്തിരുന്നു കൊണ്ട് ഞാൻ. മകനെ കണ്ടുകിട്ടാത്തതിൽ രേഷ്മ കഴിഞ്ഞ ദിവസം കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലെത്തി പ്രതിഷേധമുയർത്തി. തെരച്ചിൽ കാര്യക്ഷമമാക്കണമെന്ന രേഷ്മയുടെ ആവശ്യത്തിന് പിന്നാലെയാണ് ഇന്ന് വിദഗ്ധ സംഘമെത്തി തെരച്ചിൽ ആരംഭിച്ചത്. ഡ്രോൺ പരിശോധനയും കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്ററും തെരച്ചിൽ തുടരുകയാണ്. എന്നാൽ എല്ലാ ദിവസവും തെരച്ചിൽ നടന്നിരുന്നുവെന്നും പ്രതികൂല കാലാവസ്ഥ തടസ്സമാകുന്നുണ്ട് എന്നും ഗൗതം കൃഷ്ണയുടെ വീട്ടിലെത്തിയ ശേഷം മന്ത്രി ഷിബു ബേബി ജോൺ പ്രതികരിച്ചു. പക്ഷെ അന്ന് മുതൽ ഇതിൻ്റെ സെർച്ച് നടക്കാത്ത ഒരു ദിവസം പോലും ഉണ്ടായിരുന്നില്ല. ഇന്ന് ചെയ്തതിൻ്റെ എല്ലാ വിവരങ്ങളും ഇതിലുണ്ട്. ഇന്നിപ്പോൾ പുതുതായിട്ട് ആഡ് ചെയ്ത ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ഡ്രോൺ വെച്ചുകൊണ്ടുള്ള സെർച്ച് വേണമെന്ന് ആ കുടുംബം ആവശ്യപ്പെട്ടത് അതിന്ന് ചെയ്യുകയുണ്ടായി. എന്നാൽ പിറ്റേ ദിവസം തന്നെ സ്കൂബ ഡൈവിങ്ങിന് ആൾക്കാരെ ആവശ്യപ്പെട്ടു. അത് നേവിയുടെ വരുന്നതിന് കാലതാമസം ഉണ്ടെന്ന് കണ്ടുകൊണ്ട് വിഴിഞ്ഞത്തുനിന്ന് കോവളത്തുനിന്ന് സ്കൂബ ഡൈവേഴ്സിനെ എത്തിച്ചു. അവർ കടലിൽ ഇറങ്ങി ആ ബോട്ടിൻ്റെ
വലയൊക്കെ ഉള്ള പ്രദേശങ്ങളിൽ പരിശോധനയ്ക്ക് തുനിഞ്ഞു. പക്ഷെ അവർ പോലും കടൽ പ്രക്ഷുബ്ധമായതുകൊണ്ടും വിസിബിലിറ്റി സീറോ ആയതുകൊണ്ടും അവർക്ക് ഓപ്പറേഷൻ ഈ പശ്ചാത്തലത്തിൽ തുടരാൻ സാധിക്കത്തില്ല എന്നാണ് അന്ന് അറിയിച്ചത്. മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ ഇന്നും പ്രതിഷേധം നടത്തി. നീണ്ടകര കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്കായിരുന്നു മത്സ്യത്തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധം. മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ കണ്ണീരു കാണാൻ കഴിയാത്ത മുഖ്യമന്ത്രിയാണ് വി ഡി സതീശൻ എന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ കൊല്ലം കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. പോലീസ് നിയന്ത്രണങ്ങൾ മറികടന്ന് കളക്ടറേറ്റിനുള്ളിൽ കടന്ന പ്രവർത്തകർ കളക്ടറേറ്റ് വളപ്പിൽ പ്രതിഷേധിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിനെ കണ്ടെത്താൻ വൈകുന്നതിൽ പ്രതിഷേധിച്ച് ബന്ധുക്കളും നാട്ടുകാരും അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുൻപിൽ തുടർന്നു വന്ന റോഡ് ഉപരോധം താൽക്കാലികമായി അവസാനിപ്പിച്ചു. തിരച്ചിലൊന്നും നടക്കുന്നില്ല. ഞാൻ പോയപ്പോഴാണ് കപ്പൽ വരുന്നത്. ഞാൻ ഇവിടെ പുഴയിൽ പോയിട്ടാണ് ഇവിടെ വന്നത്. എന്നാ ആ സംഭവം നടന്ന സംഭവത്തിൽ ഞാൻ പോയിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ പോയപ്പോ ഒരു കപ്പല് പോണു, അതാണ് രക്ഷാപ്രവർത്തനം. ഒരു കപ്പല് പോണം, അതാണ് രക്ഷാപ്രവർത്തനം. അങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ആയിരിക്കേണ്ടത്. 8 ദിവസമായി ഒരു കപ്പൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാ മതിയാ? കപ്പൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോയാ മതിയാ? 2 കറക്കൊക്കെ കറക്കി മതിയാ? ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട് കടലില്, അവരെ പോയി നോക്ക്. അവര് പറയണത് സിജിനെ കണ്ടെത്താ ഞങ്ങൾ വരൂലെന്നാണ് പറയണത്. അവരെ പോയി നോക്ക്. അവരെ പോലെ ഇവരൊരു വാക്ക് പറയണം. രക്ഷാപ്രവർത്തനത്തിനിടയിൽ മരണപ്പെട്ട രാജേഷിന്റെ കുടുംബത്തിന് പരമാവധി സഹായം നൽകുമെന്ന് റവന്യൂ മന്ത്രി എ.പി. അനിൽകുമാർ. രാജേഷിന്റെ മൃതദേഹത്തിനോട് അനാദരവ് കാണിച്ച സംഭവത്തിൽ അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി മലപ്പുറത്ത് പറഞ്ഞു. രാജേഷിൻ്റെ കുടുംബത്തിന് സഹായം നൽകുന്ന കാര്യത്തിൽ ഏതെല്ലാം രീതിയിൽ അവർ സഹായിക്കാൻ കഴിയുമോ ആ രീതിയിലൊക്കെ ഗവൺമെൻറ് സഹായിക്കും. അവർക്ക് പല പ്രയാസവും ഒരു വരുമാന മാർഗം എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ ഏക വരുമാന മാർഗം എന്ന് പറയാവുന്നത് രാജേഷായിരുന്നു. മറ്റുള്ളവർ ജീവൻ നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിലാണ് രാജേഷിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഏതെല്ലാം രീതിയിൽ ഗവൺമെൻറ്റിനെ സഹായിക്കാൻ കഴിയുമോ അതൊക്കെ ഗവൺമെൻറ് സഹായിക്കും. പിന്നെ ഇന്നിപ്പോൾ നിങ്ങൾ പറയുന്ന ഈ ആക്ഷേപവുമായി ബന്ധപ്പെട്ട് ഇന്നലെ തന്നെ അതിന് വിവരം ലഭിച്ചിരുന്നു. ആ വിവരം ലഭിച്ച ഉടനെ തന്നെ ജില്ലാ കളക്ടറോട് ഞാൻ നേരിട്ട് സംസാരിച്ച് റിപ്പോർട്ട് ചോദിക്കുകയും ചെയ്തു. ജില്ലാ കളക്ടർ പറഞ്ഞത് അവർക്ക് വേണ്ട നിർദ്ദേശം കൊടുത്തിരുന്നു. ഏത് രീതിയിലാണോ മൃതദേഹം തിരുവനന്തപുരത്ത് എത്തിക്കേണ്ടത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർ കൊടുത്തതാണ്. പിന്നെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. രാജേഷിന്റെ മൃതദേഹം കൊണ്ടുപോയതിൽ വീഴ്ചയുണ്ടായെന്ന കണ്ണൂർ കളക്ടർ. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കും. എല്ലാവിധ സംവിധാനങ്ങളും കൃത്യമായി ഒരുക്കാൻ നിർദ്ദേശം നൽകിയിരുന്നതായിരുന്നു. ഫ്രീസർ സൗകര്യമുള്ള സ്വകാര്യ ആംബുലൻസ് വിളിക്കാൻ പണം തടസ്സമായിരുന്നില്ല. ADMന്റെ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രിക്ക് റിപ്പോർട്ട് നൽകുമെന്നും ജില്ലാ കളക്ടർ P. വിഷ്ണുരാജ് പറഞ്ഞു. സംഭവത്തിൽ പരിയാരം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും സൂപ്രണ്ടിനെയും വിളിച്ചുവരുത്തി കളക്ടർ വീഴ്ച സംബന്ധിച്ച് വിശദീകരണം തേടിയിട്ടുണ്ട്. നമ്മളത് കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ ദുരന്തനിവാരണ അതോറിറ്റിയുടെ ഡയറക്ഷൻ കൊടുത്തിരുന്നു. എത്രയും പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിച്ച് മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറുന്നതിനുള്ള നിർദ്ദേശം കൊടുത്തിരുന്നു. അവിടെ സംഭവിച്ച കാര്യത്തിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് എനിക്ക് വരുന്നില്ല. അവിടെ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു. എന്തൊക്കെയാണ് അവരുടെ കുടുംബത്തിന് ഏത് രീതിയിലാണ് ഡെഡ് ബോഡി കൈമാറേണ്ടത് ആ രീതിയിലേക്ക് വേണ്ട വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിരുന്നു. ആ ഇൻസ്ട്രക്ഷൻസ് അവിടെ പാലിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം, എന്തുകൊണ്ട് പാലിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ള കാര്യം പരിശോധിച്ചു. മത്സ്യത്തൊഴിലാളികളെ കാണാതാകുന്ന സംഭവത്തിൽ രക്ഷാപ്രവർത്തനത്തിലെ കാലതാമസം ആശങ്കാജനകമെന്ന ലത്തീൻ സഭ. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ശക്തവും കാര്യക്ഷമവുമായ രക്ഷാപ്രവർത്തന സംവിധാനം ഒരുക്കണമെന്ന് KRLCCയുടെ ഭാഗമായ കോസ്റ്റൽ ഏരിയ ഡെവലപ്മെന്റ് ഏജൻസി ആവശ്യപ്പെട്ടു. എല്ലാ മത്സ്യബന്ധന യാനങ്ങളിലും ആശയവിനിമയ സംവിധാനങ്ങളും അടിയന്തര ദുരന്ത സൂചന ഉപകരണങ്ങളും സർക്കാർ സഹായത്തോടെ നിർബന്ധമാക്കണം. തൊഴിൽ നഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളികൾക്കുള്ള നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും CADAL ഡയറക്ടർ ഫാദർ സെലസ്റ്റിൻ പുത്തൻപുരയ്ക്കൽ, ജനറൽ സെക്രട്ടറി ജോസഫ് ജൂഡ് എന്നിവർ ആവശ്യപ്പെട്ടു. കനത്ത മഴയ്ക്കിടയിൽ കാസർഗോഡ് ചിറ്റാരിക്കാൽ കോട്ടമല എസ്റ്റേറ്റിന് സമീപം ശക്തമായ മലവെള്ളപ്പാച്ചിൽ. ഇതേ തുടർന്ന് നർക്കിലക്കാട് ചിറ്റാരിക്കൽ റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. എസ്റ്റേറ്റിൽ കൂട്ടിയിട്ടിരുന്ന കല്ലും മണ്ണും ഒഴുകി വരികയായിരുന്നു. ജനവാസ മേഖലയല്ലാത്തതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു.
ഇടുക്കി ഏലപ്പാറ പുല്ലാട്ടുപടി പാലം കനത്ത മഴയിൽ തകർന്നതോടെ 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. 2018 പ്രളയത്തിൽ കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയിരുന്നു. പിന്നീട് നാട്ടുകാർ നിർമ്മിച്ച തടിപ്പാലമാണ് ഇത്തവണ തകർന്നത്. ഇടുക്കി ഏലപ്പാറ പഞ്ചായത്തിലെ കൊച്ചുകരിന്തിരിവിയുമായി പുതുവൽ നിവാസികളെ ബന്ധിപ്പിക്കുന്നത് പുല്ലാട്ടുപടി പാലമാണ്. 2018 പ്രളയത്തിൽ ഇവിടെയുണ്ടായിരുന്ന കോൺക്രീറ്റ് പാലം ഒലിച്ചുപോയി. പിന്നീട് നാട്ടുകാർ ചേർന്ന് തടിപ്പാലം നിർമ്മിച്ചു. ഇതും ഇത്തവണത്തെ മഴയിൽ തകർന്നു. ഭയങ്കര കഷ്ടമാണ്. ഞങ്ങൾ ഇവിടെ തന്നെ ഒരാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ ഇവിടുന്ന് വണ്ടിയെ കയറ്റി ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു ഈ പാലമുള്ള സമയത്ത്. ഇപ്പോൾ അതിന് പോലും അവസ്ഥയില്ല. അതിനേക്കാളും പാടാ. ഭയങ്കര ദുരിതമായിട്ടാണ് ഞങ്ങൾ നിൽക്കുക. 100-300 കുടുംബക്കാരുണ്ട്. വലിയ ബുദ്ധിമുട്ടില്ല ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പാലം തകർന്നതോടെ 100ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. തുടർന്ന് നാട്ടുകാർ പുതിയ തടിപ്പാലത്തിന്റെ നിർമ്മാണത്തിലാണ്. എല്ലാ വർഷവും ഇതുണ്ടാക്കും, ഇത് പണിയും. നടപ്പാലം വേണമല്ലോ, ഞങ്ങൾ പണിത് വെക്കും. വലിയൊരു വെള്ളപ്പൊക്കം വരും, അതങ്ങ് പോകും. അന്ന് മുതൽ എല്ലാ വർഷവും ഇത് തന്നെ. ഇപ്പോഴും അനുവദിച്ചത് എഗ്രിമെന്റ് ആയെന്ന് പറയുന്നു. എഗ്രിമെന്റ് ആയിട്ടുണ്ട്. ഇതിപ്പോ ഒരു മഴ പെയ്താൽ അത് കൊണ്ടുപോകും. പാലം നിർമ്മാണത്തിന് ഇടുക്കി പാക്കേജിൽ 1 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് കരാറായിട്ടുണ്ട്. എന്നാൽ പാലം പണി തീരാൻ ഏറെക്കാലമെടുക്കും. അതുവരെ താൽക്കാലിക തടിപ്പാലം മാത്രമാണ് ആശ്രയം. ഏതു മഴക്കാലത്തും ഇവരുടെ അവസ്ഥ ഇതാണ്. ഇനിയെങ്കിലും സഞ്ചാരയോഗ്യമായ ഒരു പാലം വേണം. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇവർ. ഏലപ്പാറയിൽ നിന്നും ക്യാമറമാൻ അഭിലാഷ് അലക്സിനൊപ്പം MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി. തൃശൂർ, പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന ദേശീയപാതയിലെ കുതിരാൻ ഇരട്ടത്തുരങ്കത്തിന് മുകളിൽ നേരിയ തോതിൽ മണ്ണിടിച്ചിൽ. പടിഞ്ഞാറൻ തുരങ്കമുഖത്തിന് മുകളിലായി 2 ഭാഗങ്ങളിലാണ് കുന്നിടിഞ്ഞ് മണ്ണും കല്ലുകളും താഴേക്ക് പതിച്ചത്. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി OJ ജിനീഷ് പറഞ്ഞു. ഇന്ന് പുലർച്ചെയാണ് മണ്ണിടിച്ചിലുണ്ടായത്. സംഭവം ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഹൈവേ പട്രോളിംഗ് സംഘം ഉടൻ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. തുടർച്ചയായ മഴ തുടരുന്ന സാഹചര്യത്തിൽ തുരങ്കത്തിന് മുകളിലെ മണ്ണും മരങ്ങളും ഇനിയും താഴേക്ക് പതിക്കാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഉന്നതതല പരിശോധനയ്ക്ക് ശേഷം ആവശ്യമെങ്കിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നാണ് നാഷണൽ ഹൈവേ അതോറിറ്റി അറിയിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും തൃശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘം പരിശോധന നടത്തുമെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം മന്ത്രി OJ ജിനീഷ് പറഞ്ഞു. പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. എന്നിരുന്നാൽ കൂടി ജിയോടെക് എഞ്ചിനീയേഴ്സിൻ്റെ ഉൾപ്പെടെയുള്ള സാന്നിധ്യത്തിൽ ഒരു പരിശോധന നടത്താൻ വേണ്ടി തൃശ്ശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലുള്ള അവരുടെ കൂടി ഒരു സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അവരോട് പരിശോധന നടത്തിയതിനു ശേഷമുള്ള റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അന്തിമ തീരുമാനമെടുക്കും. നിർമ്മാണ സമയത്ത് കിഴക്കേ തുരങ്കമുഖത്ത് സമാന രീതിയിൽ മണ്ണിടിച്ചിലുണ്ടായിരുന്നു. അന്ന് തുരങ്കമുഖം പൂർണ്ണമായും മൂടിപ്പോകുന്ന രീതിയിലായിരുന്നു മണ്ണിടിച്ചിൽ. അമൃത ന്യൂസ്, തൃശൂർ. പാണക്കാട് മണ്ണിടിച്ചിലിന് കാരണം അനധികൃതമായി പാറ പൊട്ടിച്ചതുകൊണ്ടെന്ന് PK കുഞ്ഞാലിക്കുട്ടി. സംഭവത്തിൽ ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണ്ണിടിച്ചിലുണ്ടായ പാണക്കാട് എടൈപ്പാലത്ത് അനധികൃതമായാണ് പാറ പൊട്ടിച്ചതെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മണ്ണെടുപ്പിന് നഗരസഭ കൊടുത്ത അനുമതിയുടെ മറവിൽ ആരും അറിയാതെയാണ് സ്ഥലമുടമ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചത്. പാറ പൊട്ടിച്ചതിന്റെ പ്രതിഫലനമാകും തൊട്ടടുത്ത് മണ്ണിടിച്ചിലിന് കാരണം. തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ സംഭവം ജിയോളജി ജീവനക്കാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയെടുക്കാൻ തയ്യാറായില്ലെന്നും മന്ത്രി പറഞ്ഞു. ഇനി പൊട്ടിച്ചാൽ പിന്നെ കേസെടുക്കും എന്ന് എൻ്റെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാർ പോയി പറഞ്ഞു. അപ്പോൾ നിർത്തി എന്ന് പറഞ്ഞു. പിന്നെ നിർത്താതെ പിന്നെയും പൊട്ടിച്ചു. ഒരു പ്രാവശ്യം കൂടി പൊട്ടിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ആദ്യം പൊട്ടിച്ചതിൻ്റെ ഇമ്പാക്റ്റ് ആയിരിക്കും ഇത്. 100% അനധികൃതമാണ്. ജിയോളജിസ്റ്റ് സ്ക്വാഡും ഒക്കെ എൻ്റെ ബാക്കിൽ നിൽക്കുന്നുണ്ട്. അവരും പറയുന്നത് അനധികൃതമാണ്, പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പൊട്ടിക്കൽ. അതുകൊണ്ടാണ് മലപ്പുറം ജിയോളജിസ്റ്റിന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത്. പാറ പൊട്ടിച്ചതിനെതിരെ സ്ഥലമുടമകൾക്കെതിരെ നടപടിയെടുക്കുമെന്നും ഇനി പ്രദേശത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അനുവദിക്കില്ലെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ, പോലീസ് മേധാവി, റവന്യൂ, ജിയോളജിസ്റ്റ് ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പം മണ്ണിടിഞ്ഞ സ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. അമൃത ന്യൂസ്, മലപ്പുറം. മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ പ്രഖ്യാപനത്തിനെതിരെ മുൻ മന്ത്രി MM മണി. തമിഴ്നാട് സർക്കാരിന് തീരുമാനമെടുത്ത് അവിടെ വെക്കാനേ സാധിക്കൂ. നിലവിലുള്ള ജലനിരപ്പ് ഉയർത്താൻ കേരളം അനുവദിക്കരുത്. തമിഴ്നാടിന് ഇപ്പോൾ കൊടുക്കുന്ന അളവിൽ വെള്ളം കൊടുക്കണം. കേരളത്തിന്റെ സുരക്ഷയ്ക്കും പ്രാധാന്യം നൽകണം. ഏത് വിജയ് സർക്കാർ ആയാലും ഈ തീരുമാനം നടപ്പിലാക്കാൻ പറ്റില്ലെന്നും MM മണി ഇടുക്കിയിൽ പറഞ്ഞു.
ഡൽഹിയിൽ കനത്ത മഴ തുടരുന്നു. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. യമുന നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. വിവരങ്ങൾ നൽകാൻ ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഡൽഹിയിൽ കനത്ത മഴ, റെഡ് അലർട്ട് പ്രഖ്യാപിക്കുന്ന സാഹചര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉത്തർപ്രദേശിലും ഹരിയാനയിലും ഒക്കെ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യം എന്താണ്? ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും കനത്ത മഴയാണ് കഴിഞ്ഞ മണിക്കൂറുകളായി തുടരുന്നത്. മഴ ശക്തമായതോടുകൂടിയും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് യമുന നദിയുടെ തീരത്തുള്ളവർ അതീവ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശമുണ്ട്. നിലവിൽ അപകടാവസ്ഥയിലേക്ക് യമുന നദിയിലെ ജലനിരപ്പ് എത്തിയിട്ടില്ല എങ്കിൽ പോലും മഴ ശക്തമായി തുടരുകയും ഈ രാത്രിയിൽ മഴ കനക്കുകയും ചെയ്താൽ യമുന നദിയിൽ വെള്ളം ഉയരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് യമുന നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണം. ഒപ്പം താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലേക്കുള്ള റോഡിൽ പോലും വെള്ളം കയറുകയും മണിക്കൂറുകളോളം റോഡ് ഗതാഗതം തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത് അടുത്ത 48 മണിക്കൂർ കൂടി ഈ മേഖലയിൽ അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഡൽഹിക്കൊപ്പം തന്നെ ഹരിയാന, ഉത്തർപ്രദേശ് കൂടാതെ ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. പ്രത്യേകിച്ച് ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് മേഖലകളിൽ ഉയർന്ന മേഖലകളിലുള്ളവരോട് അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയത്. കാരണം മണ്ണിടിച്ചിലിന് സാധ്യതയുണ്ട്. മണ്ണിടിച്ചിലും മിന്നൽ പ്രളയവും വലിയ സാധ്യതയുള്ളതിനാൽ ഈ പ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പാലിക്കാനാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വിനോദസഞ്ചാരികൾ, തീർത്ഥാടകർ ഇവരോട് ഉയർന്ന മേഖലകളിലേക്കുള്ള യാത്ര പൂർണ്ണമായും ഒഴിവാക്കാനും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പരിശോധിച്ച് മാത്രം യാത്ര ക്രമീകരിക്കാനുമാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്. അസം ഉൾപ്പെടെ വടക്കിഴക്കൻ മേഖല, അസം, മേഘാലയ ഉൾപ്പെടെ വടക്കിഴക്കൻ മേഖലയിലും മഴ ശക്തമായി തന്നെ തുടരുകയാണ്. അസമിൽ 100-നടുത്ത് മരണമാണ് ഈ മഴക്കെടുതികളിൽ കഴിഞ്ഞ ഒരാഴ്ചയായുള്ള മഴക്കെടുതിയിൽ ഉണ്ടായിട്ടുള്ളത്. നിരവധി ഗ്രാമങ്ങൾ, 400-ലധികം ഗ്രാമങ്ങൾ ഇപ്പോഴും അസമിൽ വെള്ളത്തിനടിയിലാണ്. അത്തരത്തിൽ ഉത്തരേന്ത്യൻ നഗരങ്ങളിൽ മഴ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി. ഡൽഹിയിൽ കഴിഞ്ഞ മണിക്കൂർ മുതൽ കനത്ത മഴ തുടരുകയാണ്. അതിന്റെ പശ്ചാത്തലത്തിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അശ്വതി. ശരി ജിഷ്ണു, ഡൽഹിയിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യമാണ്. റെഡ് അലർട്ടാണ് അവിടെ തുടരുന്നത്. യമുന നദിയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം ഉത്തർപ്രദേശ്, ഹരിയാന, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ്. അവിടെ ഗ്രാമങ്ങളൊക്കെ വെള്ളത്തിനടിയിലാണ്. അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങളാണ് ജിഷ്ണു കൃഷ്ണൻ ഡൽഹിയിൽ നിന്നും നൽകിയത്. പരീക്ഷാ ക്രമക്കേടിൽ പരാതിക്കാരെയും മാധ്യമങ്ങളെയും വിമർശിച്ച് PSC യശസ് കളങ്കപ്പെടുത്താൻ ബോധപൂർവം ശ്രമിക്കുന്നുവെന്നും പല പരാതികളും അടിസ്ഥാനരഹിതമെന്നുമാണ് PSCയുടെ ആരോപണം. വിവരങ്ങൾ നൽകാൻ അൺഫിൽറ്റ് ഡിസൂസയുണ്ട് തിരുവനന്തപുരത്ത് നിന്നും. അൺഫിൽറ്റ്, PSC ഇപ്പോൾ ഈ പരാതിക്കാരുടെയും ഒപ്പം മാധ്യമങ്ങളുടെയും മേൽ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണോ നടത്തുന്നത്? ഒപ്പം ഈ പുറത്തു വന്ന റിപ്പോർട്ടുകൾ, തെളിവുകൾ, അനുമാനങ്ങൾ ഇതൊക്കെ അടിസ്ഥാനരഹിതമെന്നാണോ PSC പറയുന്നത്? അൺഫിൽറ്റ്. അതെ, അങ്ങനെ തന്നെയാണ്. PSCയുടെ ഭാഗം ന്യായീകരിച്ചുകൊണ്ടാണ് ഒരു വാദമാണ് നിരത്തുന്നത്. ഇത് മുഴുവനും സമയം അടിസ്ഥാനരഹിതമാണ്. ചില കേസുകളിൽ ചില അന്വേഷണങ്ങൾ വന്നു. അത് PSC തന്നെ ആഭ്യന്തരകൊണ്ട് അന്വേഷണം നടത്തുകയാണ്. അതിനപ്പുറം ഓരോ പരീക്ഷകളും ഓരോ ക്രമക്കേടുകളും മാധ്യമങ്ങൾ ഊതിപ്പെരിപ്പിക്കുന്നു. മാത്രമല്ല പലതും വന്ന പരാതികൾ പോലും അടിസ്ഥാനരഹിതമായ പരാതികളും ആക്ഷേപങ്ങളുമാണ്. PSC ഒരു സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനമാണ്. അതിനെ കരിവാരി തേക്കാനും അതിന്റെ കാര്യക്ഷമത ഇല്ലാതാക്കാനുമാണ് ഈ ശ്രമം നടക്കുന്നത്. ഒരു ആസൂത്രിതമായ ശ്രമം നടക്കുന്നു. ഈ മാധ്യമങ്ങൾ കൊത്തിപ്പൊക്കുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉയർത്തിക്കാട്ടുന്ന പലതും കോടതി മുമ്പ് തന്നെ തീർപ്പ് കൽപ്പിച്ച പല കേസുകളുമാണ്. അപ്പൊ വളരെ മുമ്പ് തന്നെ തീർപ്പ് കൽപ്പിച്ച പല കേസുകളും ഇപ്പോൾ പുതിയ കേസുകളായാണ് മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് എന്ന രീതിയിൽ പൂർണ്ണമായും മാധ്യമങ്ങളെയും പരാതിക്കാരെയും പഴിചാരിക്കൊണ്ടാണ് ഇപ്പോൾ PSC ഒരു വാർത്താക്കുറിപ്പിലൂടെ PSC രംഗത്ത് വന്നിരിക്കുന്നത്. നമുക്കറിയാം, ഈ അന്വേഷണം ആരോപണമൊക്കെ ഉയർന്നു വന്ന സമയത്തും PSC പലവട്ടം വാർത്താക്കുറിപ്പ് ഇറക്കുകയും PSCയുടെ ഭാഗം ന്യായീകരിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന് സമാനമായ രീതിയിലാണ് ഇപ്പോൾ വീണ്ടും മാധ്യമങ്ങളെ പഴിചാരിക്കൊണ്ട് PSC രംഗത്ത് വരുന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് പല വാർത്തകളും പുറത്തു വരുന്നു. പല കണ്ടെത്തലുകളും നടത്തി പലർക്കെതിരെ പ്രതിക്കൂട്ടിലാക്കി ആ കണ്ടെത്തലുകളും അതിനെ പൂർണ്ണമായും PSC തള്ളുകയാണ്. അതേസമയം ക്രൈംബ്രാഞ്ച് അന്വേഷണവും ആഭ്യന്തര വിജിലൻസ് അന്വേഷണം തുടരുന്നു. ഇതുവരെ ഈ രണ്ട് അന്വേഷണത്തിലും ഒരു അന്തിമമായ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുമില്ല. ശരി, വിവരങ്ങളാണ് അൺഫിൽറ്റ് ഡിസൂസ നൽകിയത്. പരീക്ഷാ ക്രമക്കേടിൽ പരാതിക്കാരെയും മാധ്യമങ്ങളെയും വിമർശിക്കുകയാണ് PSC.
കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് യുവമോർച്ച നടത്തിയ പ്രതിഷേധ മാർച്ചിനിടെ നേരിയ സംഘർഷം. PSCയിലെ അഴിമതിക്കാരെ തുറങ്കിൽ അടയ്ക്കുക, കേന്ദ്ര ഏജൻസികൾക്ക് അന്വേഷണം കൈമാറുക, വേക്കൻസികൾ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. യുവമോർച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പ്രവർത്തകർക്ക് പരിക്കേറ്റു. യുവമോർച്ച പ്രവർത്തകർ കോഴിക്കോട് വയനാട് റോഡ് ഉപരോധിച്ചതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. ഇതിനു പിന്നാലെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കഴിഞ്ഞ 10 വർഷക്കാലത്തെ PSCയുമായിട്ട് നടന്നിട്ടുള്ള അഴിമതിയെ, ആ അഴിമതിയുടെ വിഷയത്തിൽ കേന്ദ്രം അന്വേഷണം നടത്തണം. ഒരു സ്വതന്ത്ര ഏജൻസി ആ വിഷയത്തിൽ അന്വേഷിക്കണം. ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ കേരളം മുഴുവൻ ഈ സമരമുഖത്ത് ഉണ്ടായിട്ടുള്ളത്. എന്താണ് മൂക്കിന് താഴെ നടക്കുന്ന സമരം, സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന സമരത്തെ ഒന്ന് നോക്കാൻ, ഒന്ന് കാണാൻ, ഒന്ന് പോകാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കാതിരുന്നത്? ഇത്രയും ധാർഷ്ട്യമുള്ള ഒരു ഗവൺമെന്റിനെ നമ്മൾ ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടുണ്ടോ? അതുകൊണ്ട് യുവമോർച്ചക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കാൻ കേരളത്തിന്റെ ഗവൺമെന്റ് തയ്യാറാവണം. നിർണായക തീരുമാനങ്ങളുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ശബരിമലയിലെ നെയ്ക്രമക്കേടിൽ ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ പറഞ്ഞു. ഇത്തവണ ഈ ടെൻഡറിനൊപ്പം ഈ ഓപ്ഷൻ കൂടി നടത്താനും ബോർഡ് യോഗത്തിൽ തീരുമാനമായി. അതേസമയം ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ശബരിമലയിലെ ക്രമക്കേടിനെക്കുറിച്ച് ദേവസ്വം വിജിലൻസ് അന്വേഷണം നടത്തി റിപ്പോർട്ട് നേരത്തെ സമർപ്പിച്ചിരുന്നു. ഇത് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തതാണ്. എന്നാൽ ബോർഡ് ഉദ്യോഗസ്ഥരുടെ പങ്കിനെക്കുറിച്ച് ചില സൂചനകൾ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിലുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിർണായകമായിട്ടുള്ള തീരുമാനം. റിപ്പോർട്ടിൽ വേറെ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. നമ്മുടെ ജീവനക്കാരുടെ പങ്ക്, വില വീഴ്ച വന്നിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം വീണ്ടും തുടരന്വേഷണം വേണമെന്ന് ആ വിജിലൻസ് റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, മറ്റന്വേഷണത്തിന് തടസ്സം വരാത്ത രീതിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം ഒന്നും കൂടി അന്വേഷിച്ച് ബാക്കി പങ്കാളിത്തം ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മനസ്സിലാക്കുന്നതിന് വീണ്ടും വിശദമായി തുടരന്വേഷണത്തിന് ഞങ്ങളുടെ വിജിലൻസിനെ വീണ്ടും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ശബരിമലയിലേക്ക് നെയ്യ് പുറത്തുനിന്നും വാങ്ങേണ്ടതില്ല എന്ന തീരുമാനം ഇത്തവണത്തെ ബോർഡ് യോഗത്തിലും ചർച്ച ചെയ്ത് തീർപ്പാക്കി. ഭക്തർ കൊണ്ടുവരുന്ന നെയ്യ് സന്നിധാനത്ത് തന്നെ പരിശോധിക്കാൻ സംവിധാനമൊരുക്കും. ശബരിമലയിലെ ടെൻഡർ രീതികൾ വിശദമായി പരിശോധിച്ച ബോർഡ് കുത്തക പ്രവണതകൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾക്കും തീരുമാനമെടുത്തു. ആളുകൾ ഫിസിക്കലായിട്ട് ഇവിടെ നെഗോഷിയേറ്റ് ചെയ്യാൻ വരണ്ട, ഈ ടെൻഡർ കം ഈ ഓപ്ഷൻ എന്നൊരു രീതിയിലേക്ക് നമ്മൾ പോവാണ്. അതിന് നമ്മുടെ IT മിഷനുമൊക്കെ നമ്മളെ സഹായിക്കും. നമ്മൾ ചർച്ചകളൊക്കെ നടത്തി പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട്. അതേസമയം ക്രമക്കേടിനെക്കുറിച്ച് അന്വേഷിക്കുന്ന വിജിലൻസ് സംഘം ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു. 4 പേരടങ്ങുന്ന സംഘമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തിയത്. ഈ മാസം 10-ന് ശബരിമല ഉന്നതാധികാര സമിതി യോഗം ചേരും. അതേ ദിവസം തന്നെ ദേവസ്വം ബോർഡ് യോഗം ചേരാനുമാണ് തീരുമാനം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല നെയ്ക്രമക്കേടിൽ അന്യായമായ ലാഭം ഉണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും ബോർഡ് അംഗം അജികുമാറും പ്രവർത്തിച്ചതായി വിജിലൻസ് FIRൽ. ഉയർന്ന തുകയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ ഇരുവരും ചേർന്ന് അനുമതി നൽകിയെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. കേസിൽ ജയിലിൽ കഴിയുന്ന പ്രശാന്തിനെയും അജികുമാറിനെയും അന്വേഷണ സംഘം ഉടൻ ചോദ്യം ചെയ്യും. PS പ്രശാന്തും അജികുമാറും അന്യായമായ ലാഭമുണ്ടാക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രവർത്തിച്ചുവെന്നാണ് FIRലെ കണ്ടെത്തൽ. തമിഴ്നാട്ടിലെ കുങ്കുമരാജ് ഡയറി ലിറ്ററിന് 369 രൂപയുടെയും കൊച്ചിയിലെ സ്വാമി അയ്യപ്പ എന്റർപ്രൈസസ് ലിറ്ററിന് 375 രൂപയുടെയും ടെൻഡർ നൽകിയിരുന്നു. എന്നാൽ പ്രശാന്തും അജികുമാറും ചേർന്ന് ഉയർന്ന വിലയ്ക്ക് മിൽമയിൽ നിന്നും നെയ്യ് വാങ്ങാൻ അനുവാദം നൽകുകയായിരുന്നു. ലിറ്ററിന് 510 രൂപയ്ക്കാണ് മിൽമയ്ക്ക് കരാർ നൽകിയത്. 1,61,535 ലിറ്റർ നെയ്യാണ് ഈ നിരക്കിന്റെ അടിസ്ഥാനത്തിൽ മിൽമയിൽ നിന്നും വാങ്ങിയത്. ഇതിലൂടെ ദേവസ്വം ബോർഡിന് പ്രതികൾ 2.27 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയെന്നാണ് കണ്ടെത്തൽ. 3-ാം പ്രതി മുരാരി ബാബു ശാസ്ത്രീയമായ യാതൊരു അടിസ്ഥാനവുമില്ലാതെ ഒരു ബാച്ച് അരവണ ഉണ്ടാക്കുന്നതിനായി പതിവായി ഉപയോഗിച്ചിരുന്ന 10 ലിറ്റർ നെയ്യ്ക്ക് പകരം 7 ലിറ്റർ മിൽമ നെയ്യ് മാത്രം മതിയാകുമെന്ന റിപ്പോർട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് സമർപ്പിച്ചതായും ആരോപണമുണ്ട്. പ്രതികൾക്കെതിരെ BNS പ്രകാരവും അഴിമതി നിരോധന നിയമപ്രകാരവുമുള്ള കുറ്റങ്ങളാണ് ചുമത്തിയിരിക്കുന്നത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്, അംഗമായിരുന്ന അജികുമാർ, മുൻ ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ മുരാരി ബാബു എന്നിവരെ പ്രതി ചേർത്താണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പൊന്നാനിയിൽ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാനൊരുങ്ങുന്ന ഷിപ്പ്യാർഡ് പദ്ധതിയെ ചൊല്ലി രാഷ്ട്രീയ പോര് രൂക്ഷമാകുന്നു. വികസന പദ്ധതി അട്ടിമറിക്കാൻ പൊന്നാനി MLA KP നൌഷാദ് അലി ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി CPM നേതൃത്വവും രംഗത്തെത്തി.
മലബാറിന്റെ പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുടെ തീരദേശ വികസനത്തിൽ നിർണായകമാകുന്ന പൊന്നാനി കപ്പൽ നിർമ്മാണ പദ്ധതിയെ ചൊല്ലിയാണ് വിവാദം പുകയുന്നത്. കേരള മാരിടൈം ബോർഡിന് കീഴിൽ 30 വർഷത്തേക്ക് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിക്ക് കഴിഞ്ഞ ഇടതു സർക്കാരാണ് രൂപം നൽകിയത്. കൊച്ചിക്ക് ശേഷം സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ കപ്പൽ നിർമ്മാണ കേന്ദ്രമായി പൊന്നാനിയെ മാറ്റുകയായിരുന്നു ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ 200 കോടി രൂപയും തുടർന്ന് 1000 കോടി രൂപയും നിക്ഷേപിക്കപ്പെടുന്ന പദ്ധതി 2500 പേർക്ക് നേരിട്ടും 4000 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിനു പുറമെ പ്രതിവർഷം കുറഞ്ഞത് 1.5 കോടി രൂപയുടെ റവന്യൂ വരുമാനവും സംസ്ഥാന സർക്കാരിന് ഉറപ്പുവരുത്തുകയും ചെയ്യും. എന്നാൽ നിയമപരമായ നടപടികൾ പൂർത്തിയാക്കി മാരിടൈം ബോർഡും ട്രാവൻകൂർ പ്രിസിഷൻ കമ്പോണൻസ് കമ്പനിയും തമ്മിൽ കരാർ ഒപ്പുവെച്ചിട്ടും പദ്ധതിക്കെതിരെ MLA നിലപാടെടുക്കുകയാണെന്ന് CPM പറയുന്നു. നിയമസഭ അംഗീകരിച്ച നയപ്രഖ്യാപനത്തിനും ബജറ്റ് നിർദ്ദേശങ്ങൾക്കും വിരുദ്ധമായി നാടിന് ഗുണകരമാകുന്ന വികസന പദ്ധതിയെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണെന്ന് MLA വ്യക്തമാക്കണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. ഈ പ്രൊജക്ടിനെ സംബന്ധിച്ച് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞതാണ്. സംശയം അവിടെ ചോദിച്ചിട്ടുള്ള ആൾക്കാരുടെ സംശയത്തിന് നിവാരണം നടത്തിയതാണ്. കപ്പൽ നിർമ്മാണശാല എന്ന് പറഞ്ഞാൽ അത് എല്ലാ വിധത്തിലുള്ള കപ്പൽ നിർമ്മിക്കാനും കഴിയും. അതിനു പുറമെ ഈ ക്രൂയിസ് സൗകര്യം ഉണ്ടാക്കാൻ കഴിയും. ഇത്രയും ബൃഹത്തായ ഒരു പ്രൊജക്ടിനെ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഞങ്ങൾക്ക് അതിനുള്ള ഫിനാൻഷ്യൽ സൗണ്ട് ഉണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ വിധത്തിലും പരിശോധിച്ചിട്ടാണ് മാരിടൈം ബോർഡ് ഇപ്പോൾ ഇവർക്ക് ഇത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ചെറിയ വെസലാണ് ഇത്, പൊന്നാനിക്കാർക്ക് നിർമ്മിക്കാൻ കഴിയുന്നതാണ്. ഒരു MLA ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഈ കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് പറയേണ്ടതാണ്. എന്നാൽ പദ്ധതി നിലവിലില്ലെന്നും സ്വകാര്യ വ്യക്തികൾക്ക് ഭൂമി കൈമാറാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും പൊന്നാനി MLA നൌഷാദ് അലി പറഞ്ഞു. അമൃത ന്യൂസ്, മലപ്പുറം. ഹൈക്കോടതി അന്തിമ വിധി പ്രഖ്യാപിക്കുന്നതുവരെ ഫ്രഷ് കട്ട് തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്ന് PK ഫിറോസ് MLA. കോടതിക്കെതിരല്ല സമരമെന്നും കട്ടിപ്പാറ പഞ്ചായത്ത് സെക്രട്ടറിയെ കൂട്ടുപിടിച്ചാണ് പ്ലാന്റ് സ്റ്റോപ്പ് മെമ്മോ വാങ്ങിയതെന്നും MLA പറഞ്ഞു. കേസ് ഓഗസ്റ്റ് 13 വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. അതേസമയം സമരവും കൂടുതൽ ശക്തമാകുന്നു. ഫ്രഷ് കട്ട് കോഴിയാവ് മാലിന്യ സംസ്കരണ യൂണിറ്റിലെ മലിനജലം സമീപത്തെ ജനവാസ മേഖലയിലേക്ക് ഒഴുക്കിവിടുന്നെന്നായിരുന്നു പ്രദേശവാസികളുടെ പരാതി. ഇതേ തുടർന്നാണ് പ്ലാന്റ് അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടത്. എന്നാൽ ഈ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് ചൂണ്ടിക്കാട്ടി പ്ലാന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ ഉത്തരവിനെ തുടർന്നാണ് സമരം വീണ്ടും ശക്തി പ്രാപിച്ചത്. പ്ലാന്റ് പൂട്ടുന്നതുവരെ സമരം ചെയ്യുമെന്നാണ് പ്രദേശവാസികൾ ഒന്നടങ്കം പറയുന്നത്. ജനാധിപത്യത്തിന്റെ മുകളിലല്ല പണാധിപത്യം എന്ന് ഞങ്ങൾ തെളിയിക്കും. കാരണം ശക്തമായ സമരവുമായിട്ട് ഇവിടെ നിന്നുകൊണ്ട് ഞങ്ങളെ ഏതൊക്കെ രീതിയിൽ ഓരോ ആളുകൾക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഞങ്ങൾ ഇവിടെ ഇരുന്നിട്ട് അത് എത്ര ദിവസമാണോ അത്രയും ദിവസം ഞങ്ങൾ ഇവിടെ ഇരിക്കാനാണ് തീരുമാനം. ഞങ്ങൾക്ക് ഈ കമ്പനി ഇവിടുന്ന് എടുത്തു പോകണം. അതേസമയം കട്ടിപ്പാറ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ കൂട്ടുപിടിച്ച് വ്യാജരേഖയുണ്ടാക്കിയാണ് ഫ്രഷ് കട്ട് പ്ലാന്റ് സ്റ്റോപ്പ് മെമ്മോയ്ക്ക് സ്റ്റേ വാങ്ങിയതെന്ന് PK ഫിറോസ് MLA ആരോപിച്ചു. കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരി അമ്പായത്തോട് പ്രവർത്തിക്കുന്ന സ്ഥാപനം അടച്ചുപൂട്ടാൻ മലിനീകരണ നിയന്ത്രണ ബോർഡ് ഉത്തരവിട്ടത്. എന്നാൽ 24 മണിക്കൂറിനകം ഈ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇവിടെ വെള്ളം കയറി അന്ന് ഇവിടെ ഫസ്റ്റിൽ ഫിറോസ് സാഹിബ് വിളിച്ച് പറഞ്ഞത് കട്ടിപ്പാറ പ്രസിഡന്റ് സെക്രട്ടറിയാണ്. അടിയന്തരമായിട്ട് അവിടെ സന്ദർശിക്കണം, അവിടെ സന്ദർശിച്ചിട്ട് അവിടെ സ്ഥിതിവിശേഷങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞതാണ്. ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അദ്ദേഹം. തിരിഞ്ഞു നോക്കാത്ത അദ്ദേഹമാണ് റിപ്പോർട്ടിന്റെ ഒരേ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഫ്രഷ് കട്ട് കമ്പനി രണ്ടാമതും ഈ സ്റ്റോപ്പ് ഒപ്പം വാങ്ങാൻ കാരണം. അദ്ദേഹം ഇവിടെ വന്ന് സത്യസന്ധമായി നോക്കിയിട്ട് ഒരു കറക്റ്റ് റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്ന് ഈ മയത്ത് ഇവിടെ ഇരിക്കേണ്ടവരില്ലായിരുന്നു. പ്ലാന്റിൽ അടിയന്തര പരിശോധന നടത്തി മാലിന്യം ജനവാസ മേഖലയിലേക്ക് ഒഴുകുന്നുണ്ടോ എന്ന് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്ഥലം സന്ദർശിച്ച ശേഷം അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ടും സമർപ്പിക്കും. ഈ റിപ്പോർട്ട് ഓഗസ്റ്റ് 13 കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ നിർണായകമാകും. അമൃത ന്യൂസ്, കോഴിക്കോട്. പാണക്കാട്ടെ മണ്ണിടിച്ചിലിൽ മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പിന് വീഴ്ച സംഭവിച്ചുവെന്ന് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി. മണ്ണെടുക്കാനുള്ള അനുമതി മറികടന്ന് കല്ല് പൊട്ടിക്കാൻ ശ്രമം നടന്നിരുന്നുവെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് ഒരു കാരണവശാലും ഇനി നിർമ്മാണം അനുവദിക്കില്ലെന്നും വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശത്തെ തുടർ നടപടികൾ നിശ്ചയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അനധികൃതം ആണ് മണ്ണെടുപ്പ്, പാറ പൊട്ടിക്കല്. മണ്ണെടുത്ത് ചെയ്യാനുള്ള ഒരു പെർമിറ്റ് അവർക്ക് കുറേ മുമ്പേ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ പുറത്താണ് അവർ ആരും അറിയാതെ എക്സ്പ്ലോസീവ് ഉപയോഗിച്ചത്. അതാണ് ഈ പ്രോബ്ലം മുഴുവൻ. ഒരു പെർമിറ്റും പാറ പൊട്ടിക്കാൻ കൊടുത്തിട്ടില്ല. അതാണ് എക്സ്പ്ലോസീവിന് അവർക്ക് പെർമിറ്റ്. ഞങ്ങൾ ഇവിടെ പൊട്ട് കേട്ടപ്പോഴാണ് അവിടെ മറച്ചത് കണ്ടില്ല, അതിനകത്ത് ആരും അറിയാതെ പൊട്ടിച്ചതാണ്. അതാണ് സംഭവം. നാട്ടുകാരല്ല, ഞാൻ തന്നെ പൊട്ടിന്റെ ശക്തി കൊണ്ടാണ് ഞാൻ അറിയുന്നത്.
തൃശൂർ പുതുക്കാട് വാഹനാപകടത്തിൽ യുവാവ് മരിച്ച സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മരണം കൊലപാതകമെന്ന് കുടുംബം ആരോപിച്ചു. ഞായറാഴ്ച വൈകിട്ടാണ് പട്ടാമ്പി സ്വദേശി റിജാസ് അപകടത്തിൽ മരിച്ചത്. റിജാസിനെ ബോധപൂർവം ഇടിച്ചതാണ് എന്നാണ് കുടുംബത്തിന്റെ പരാതി. സംഭവത്തിന് 10 മിനിറ്റ് മുൻപ് ഇടിച്ച വാഹനത്തിലുള്ളവരുമായി റിജാസും സുഹൃത്തും വാക്കുതർക്കമുണ്ടായി. അതിന്റെ വൈരാഗ്യത്തിൽ മകൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കരുതിക്കുട്ടി തമിഴ്നാട് സ്വദേശികൾ വാഹനം ഇടിപ്പിക്കുകയായിരുന്നുവെന്ന് പിതാവ് പറയുന്നു. ഇത് ചെറിയൊരു വാക്കുതർക്കത്തിന്റെ മുകളിൽ വേണ്ടിയിട്ട് റോഡിലൂടെ യാത്ര ചെയ്തു എന്തോ നിസ്സാര കാര്യം പറഞ്ഞതിന്റെ പേരിലാണ് അവർ പുറകുന്ന ഇടിച്ചിട്ടുള്ളത്, ഇടിപ്പിച്ച് കൊന്നിട്ടുള്ളത്. വേറെ വൈരാഗ്യങ്ങളോ ഒന്നുമില്ല. അവനുമായിട്ട് ഇവർ മുന്നേ കണ്ടോ അല്ലെ ഇവൻ അവരെ കണ്ടോ ഒരു ബന്ധങ്ങളുമില്ല. സംഭവത്തിൽ കുടുംബം തൃശൂർ റൂറൽ SP-ക്ക് പരാതി നൽകിയിട്ടുണ്ട്. വാഹനം ഓടിച്ചവർ മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയെന്നും പിതാവ് പറഞ്ഞു. അമൃത ന്യൂസ്, തൃശൂർ. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ പേര് പറഞ്ഞ് സഭ തടസ്സപ്പെടുത്തുന്നുവെന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാൻ കഴിയില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭയിൽ പറഞ്ഞു. FCRA ഭേദഗതി ബിൽ അടുത്തയാഴ്ച സഭയിൽ അവതരിപ്പിക്കും. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് അമിത്ഷാ മറുപടി നൽകും. ഇപ്പോൾ CP ജോൺ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. അതിലേക്ക് അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഗവൺമെന്റ് കാണുന്നത്. അതിലെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നെല്ലാം ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുകയാണ്. എവിടെയും പോകുന്നു. അപ്പൊ അത് നിങ്ങൾക്കെല്ലാം വേണ്ടിയാണ്. നിങ്ങളുടെ പ്രതിനിധികളിൽ 10-15 ആളുകൾ ഉണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത് ഞാൻ ഏതാണ്ട് ഒരു മണിക്കൂറുമായിട്ട് ഇവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഞാൻ ഇവിടുന്ന് പോവല്ല, ഇനിയും ഇങ്ങോട്ട് തന്നെ വരും. ഈ നാളെ കാലത്ത് 6:30 5:45 വീണ്ടും നമ്മൾ ഇത് തുടങ്ങും, അന്വേഷണം തുടങ്ങും. അതിനുശേഷവും ഞാൻ ഇവിടെ തന്നെ വരും. എനിക്കൊരു പ്രത്യേക ചുമതല നൽകിയ ജില്ലയുടെ ചുമതല മന്ത്രിസഭയിൽ നിന്ന് തന്നിട്ടുള്ളത് കൊണ്ടാണ് ഞാനിവിടെ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. വിഴിഞ്ഞത്ത് ഞങ്ങളെല്ലാം പോയിരുന്നു. അതുകൊണ്ട് നിങ്ങളുടെ MLA ഇന്ന് ഇവിടെ ഇല്ല എങ്കിൽ പോലും അവരും ഇവിടെ പൂർണ്ണമായിട്ടും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ നമ്മുടെ കാര്യങ്ങൾ അവസാനിപ്പിക്കുകയും തുടർന്നുള്ള കാര്യങ്ങളിൽ നമുക്കെല്ലാം ഒരുമിച്ച് ജനങ്ങളെന്നോ സർക്കാരെന്നോ വ്യത്യാസമില്ലാതെ സർക്കാർ എന്ന നിലയിലും ജനങ്ങളെന്ന നിലയിലും ജനങ്ങളും സർക്കാർ ഒരുമിച്ചും നമുക്ക് കാര്യങ്ങൾ പരിഹരിക്കാമെന്നാണ് പറയാറുള്ളത്. അഞ്ചുതെങ്ങിൽ മത്സ്യത്തൊഴിലാളിയുടെ കുടുംബത്തെ സന്ദർശിച്ച ശേഷം മന്ത്രി CP ജോൺ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. കാണാതായ മത്സ്യത്തൊഴിലാളിയെക്കായുള്ള അന്വേഷണം നാളെയും തുടരും, തിരച്ചിൽ തുടരും. ആവശ്യമായ എല്ലാ സഹായങ്ങളും കുടുംബത്തിന് ലഭ്യമാക്കും എന്ന് തന്നെയാണ് മന്ത്രി പറയുന്നത്. നേരത്തെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ വാർത്തയിലേക്കാണ് ഇനി. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രിയുടെ മറുപടി ആവശ്യപ്പെട്ട് ഇന്നും പാർലമെന്റ് സ്തംഭിപ്പിച്ച് പ്രതിപക്ഷം. ആഭ്യന്തരമന്ത്രിയുടെ പേര് പറഞ്ഞ് സഭ തടസ്സപ്പെടുത്തുന്നുവെന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു ലോക്സഭ പറഞ്ഞു. FCRA ഭേദഗതി ബിൽ അടുത്തയാഴ്ച സഭയിൽ അവതരിപ്പിക്കും. ബില്ലിന്മേലുള്ള ചർച്ചയ്ക്ക് അമിത്ഷാ മറുപടി നൽകും. CJP സമരത്തിലെ പോലീസ് നടപടിയിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി പറയാതെ പ്രതിഷേധം അവസാനിപ്പിക്കില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം. ഇക്കാര്യം ഉന്നയിച്ച് പാർലമെന്റിനകത്തും പുറത്തും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. ലോക്സഭ ആരംഭിച്ചപ്പോൾ തന്നെ അമിത്ഷാ മറുപടി നൽകണമെന്ന മുദ്രാവാക്യം ഉയർത്തി പ്രതിപക്ഷം സഭ തടസ്സപ്പെടുത്തി. ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങാതിരുന്നതോടെ ആദ്യം 12 മണി വരെയും പിന്നീട് ഇന്നത്തേക്കും ലോക്സഭ പിരിഞ്ഞു. देश के अंदर लोकतंत्र को सशक्त और मजबूत करना है तो चर्चा और संवाद ही इसका रास्ता है. मैं आपसे हर बार आग्रह करता हूं, लेकिन आपका आचरण संसदीय मर्यादाओं के अनुरूप नहीं है. इस पर आपको विचार करना चाहिए. അമിത്ഷായുടെ പേര് പറഞ്ഞ് പാർലമെന്റ് തടസ്സപ്പെടുത്തരുതെന്നും അദ്ദേഹം പാർലമെന്റിൽ എത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. ഭീകരവാദികൾ പോലും ഭയക്കുന്ന പേരാണ് അമിത്ഷാ എന്നും അദ്ദേഹത്തിന്റെ മറുപടി പ്രതിപക്ഷത്തിന് താങ്ങാനാകില്ലെന്നും കിരൺ റിജിജു കൂട്ടിച്ചേർത്തു. होम मिनिस्टर अमित शाह वो इंसान है जिसका नाम सुन करके सारे आतंकवादी उग्रवादी
यहाँ उठते हैं जिस दिन यहाँ चर्चा शुरू होगी। രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്തിൽ തടസ്സപ്പെട്ടു. FCRA ബില്ല് അടുത്തയാഴ്ച സഭയിൽ അവതരിപ്പിച്ച് പാസാക്കാനാണ് കേന്ദ്ര സർക്കാർ തീരുമാനം. ചർച്ചയ്ക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മറുപടി നൽകും. ബില്ല് വരുന്ന പശ്ചാത്തലത്തിൽ എല്ലാ അംഗങ്ങളോടും സഭയിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾ വിപ്പ് നൽകിയിട്ടുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NDA വിദഗ്ധ സമിതിയുടെ വീഴ്ചകൾ കണ്ടെത്തി CBI. തർജ്ജിമ ചെയ്യുന്നതിന് ചുമതലപ്പെടുത്തിയവർ ചോദ്യങ്ങൾ പേപ്പറിൽ എഴുതിക്കൊണ്ടുപോയി. ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് വിഷയങ്ങളിലെ വിദഗ്ധരാണ് ചോദ്യങ്ങൾ പുറത്തേക്ക് എത്തിച്ചതെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു. അതേസമയം നീറ്റ് പരീക്ഷയിൽ OMR ഷീറ്റിൽ ക്രമക്കേട് ആരോപിച്ച് വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച ആസൂത്രിത കുറ്റകൃത്യമായിരുന്നുവെന്ന് കേസ് അന്വേഷിക്കുന്ന CBI പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കി. ചോദ്യപേപ്പർ തയ്യാറാക്കുന്നതിനും തർജ്ജമ ചെയ്യുന്നതിനും NTA നിയോഗിച്ച വിദഗ്ധ സമിതി ഗുരുതര വീഴ്ച വരുത്തി. പിടിയിലായ കെമിസ്ട്രി പ്രൊഫസർ കുൽക്കർണി ചോദ്യങ്ങൾ ചെറിയ കടലാസിൽ കുറിച്ചെടുത്ത് ഒളിപ്പിച്ചു കടത്തിയെന്നും CBI കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നുണ്ട്. മറ്റു 2 പ്രതികൾ ചോദ്യങ്ങൾ മനഃപ്പാടമാക്കി പുറത്തുവച്ച് എഴുതി നൽകി. 135ഓളം ചോദ്യങ്ങളാണ് ഇത്തരത്തിൽ പുറത്തെത്തിച്ചത്. ദേഹപരിശോധനയിലും CCTV നിരീക്ഷണത്തിലും വീഴ്ച വന്നതായി 2000-ലധികം പേജുകളുള്ള കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം അറിയിച്ചു. ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകൾ ലഭിച്ചതായും CBI വ്യക്തമാക്കി. അതേസമയം നീറ്റ് പരീക്ഷയിൽ OMR ഷീറ്റിൽ ക്രമക്കേട് നടന്നുവെന്നാരോപിച്ച് 6 വിദ്യാർത്ഥികൾ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. OMR ഷീറ്റിൽ അടയാളപ്പെടുത്തിയ ഉത്തരങ്ങളും NTA പിന്നീട് നൽകിയ പകർപ്പിലെ ഉത്തരങ്ങളും തമ്മിൽ പൊരുത്തക്കേടുണ്ടെന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആരോപണം. ആവശ്യമെങ്കിൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു. നീറ്റ് UG പരീക്ഷ 2 ഘട്ടങ്ങളിലായി നടത്തുന്നതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ സർക്കാരിന്റെ പരിഗണനയിലാണ്. OMR ഷീറ്റിന് പകരം കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷാ രീതിയിലേക്ക് മാറാനും ആലോചനയുണ്ട്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ ഭാര്യ സംഗീത വിജയുമായുള്ള വിവാഹമോചന ഹർജി പിൻവലിച്ചു. ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിൽ ഓൺലൈൻ വഴി ഹാജരായിട്ടാണ് സംഗീത കേസ് പിൻവലിക്കുന്നതായി ഔദ്യോഗികമായി അറിയിച്ചത്. ഇതോടെ കേസ് കോടതി പൂർണ്ണമായും ഒഴിവാക്കി. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇരുവരുടെയും ദാമ്പത്തിക ജീവിതവുമായി ബന്ധപ്പെട്ട് വിവിധ അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു. വിജയുടെ അമ്മ ശോഭ സംഗീതയുമായി സംസാരിച്ചതായും കുടുംബത്തിൽ അനുരഞ്ജന നീക്കങ്ങൾ നടക്കുന്നതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇത് സംബന്ധിച്ച് സംഗീത ഔദ്യോഗികമായി പ്രതികരിക്കാൻ തയ്യാറായില്ല. കേരളത്തിലെ സ്വന്തം പൊതുമേഖലാ ബ്രാൻഡായ കേരള സോപ്സ് ഇനി യൂറോപ്യൻ വിപണിയിലേക്കും UK-യിലും അയർലൻഡിലും കേരള സോപ്സ് ലഭ്യമാക്കുന്നതിനായി പ്രമുഖ വിതരണ ശൃംഖലയായ RG ഫുഡ്സുമായി KSIE കരാർ ഒപ്പുവെച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു കരാർ ഒപ്പുവെക്കലും ആദ്യ ഓർഡർ കൈമാറ്റവും. KSIE മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ അനിൽ മുഹമ്മദും RG ഫുഡ്സ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിഷ്ണു RGയുമാണ് ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചത്. കേരളത്തിൽ 1.5 ലക്ഷത്തിലേറെ റീറ്റെയിൽ ഔട്ട്ലെറ്റുകളും 35-ലേറെ രാജ്യങ്ങളിൽ ആഗോള വിതരണ ശൃംഖലയുമുള്ള RG ഗ്രൂപ്പ് മിൽമ നെയ് ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും വിജയകരമായി വിതരണം ചെയ്യുന്ന എക്സ്ക്ലൂസീവ് എക്സ്പോർട്ടർ കൂടിയാണ്. KSIE സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടറികളിലൊന്നാണ് നമ്മുടെ സോപ്പ് നിർമ്മാണ ഫാക്ടറി. അവിടുത്തെ ഉൽപ്പന്നങ്ങൾ ഒരു തനതായ കേരള ബ്രാൻഡിൽ നമ്മൾ പുറത്തേക്ക് എത്തിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കുന്നത്. ഈ RG ഗ്രൂപ്പുമായി നമ്മൾ 3 കോടി രൂപയുടെ ഒരു ബിസിനസ് ഏർപ്പാടിലേക്കാണ് MOU സൈൻ ചെയ്യുന്നത്. RG ഗ്രൂപ്പും KSIE ആണ് ഈ MOUയിൽ ഒപ്പുവെക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു പബ്ലിക് സെക്ടർ യൂണിറ്റ് നല്ലൊരു ബിസിനസ് സംരംഭം, അതായത് ടു എക്സ്പോർട്ട് ആണ്. അതാണ് സർക്കാർ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻസ്. RG ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കോഴിക്കോട് വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയൊരു സ്ഥാപനം. ഞാൻ 4th ജനറേഷനാണ് ഈ ബിസിനസ്സിൻ്റെ. നല്ലെണ്ണയിൽ നിന്ന് തുടങ്ങി ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് വന്നപ്പോൾ ഒരു നല്ലെണ്ണയിൽ മാത്രം മതിയാവില്ല, മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വേണമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റൈസ് പൗഡർ, ട്രഡീഷണൽ സ്നാക്സ്, അതോടൊപ്പം തന്നെ ഏകദേശം 150ഓളം പ്രോഡക്ട്സ് നമ്മൾ ലോഞ്ച് ചെയ്തു. ബട്ട് ഞാൻ കേരള സോപ്സിന് ഞാൻ കൊടുത്തൊരു ഓഫർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിത്തിൻ 1 ഇയർ എൻറ്റയർ UK, അയർലൻഡിലുള്ള എല്ലാ കടകളിലും കേരള സോപ്സിൻ്റെ പ്രോഡക്ട്സ് എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും.